എന്തായാലും അതിനിർണായകമായ നീക്കത്തിലൊടുവിലാണ് കോട്ടയം തിരുവാതുക്കൽ കൊലപാതക കേസിലെ പ്രതിയെ പോലീസിന് പിടികൂടാനായിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ തന്നെ പോലീസിന് പ്രതിയെ പിടികൂടാനായിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ മാള മേലടൂരിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മാളയിൽ നിന്ന് ഈ പ്രതിയെ പിടികൂടുന്നു. അവിടെ ഒരു കോഴി ഫാമിൽ ഇന്നലെ എത്തിയതായിരുന്നു ഈ പ്രതി. അവിടെ ജാർഖണ്ഡ് സ്വദേശികളായ ചിലരും ഉണ്ടായിരുന്നു. ഇവരുമായി പരിചയമുണ്ടോ എന്നുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും പ്രതി ഇവിടേക്ക് എത്തി. ഇന്നലെ രാത്രിയാണ് ഇവിടേക്ക് ആദ്യമായി എത്തുന്നത് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവിടെ നിന്ന് തന്നെ പിടികൂടുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് ഈ അമിത് ഒറാങ്ക് പലതരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ CCTVയുടെ DVR എല്ലാം അവിടെ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെളിവ് നശിപ്പിക്കൽ എന്നതിന്റെ ഭാഗമായി. പക്ഷേ ഈ എല്ലാ കൊലപാതക കേസിലും എല്ലാ ക്രിമിനൽ കേസുകളിലും അവശേഷിപ്പിക്കുന്ന പോലെ തെളിവുകൾ അവശേഷിപ്പിച്ചാണ് അമിത് ഒറാങ്ക് മടങ്ങിയത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ വിജയകുമാറിന്റെ ഫോൺ അടക്കം ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വിജയകുമാറിന്റെയും അമിത് ഒറാങ്കിന്റെയും ഫോണുകൾ, മറ്റു ചില ഫോണുകൾ, ഇതുവഴി ചില ഇടപാടുകൾ ഇയാൾ പിന്നെയും നടത്തിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് അമിത് ഒറാങ്ക് ആദ്യം കരുതിയിരുന്നത് അയാളുടെ ഫോണിൽ നിന്ന് മാത്രമേ പോലീസ് ട്രേസ് ചെയ്യൂ, അതിനെ മാത്രമേ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കൂ എന്നുള്ളതായിരുന്നു. പക്ഷേ വിജയകുമാറിന്റെ കൂടി ഫോൺ ഇയാളുടെ കൈവശമുണ്ടെന്നും അത് കൃത്യമായി കേന്ദ്രീകരിച്ച് ടവർ ലൊക്കേഷൻ അടക്കം നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഈ മൊബൈലിൽ നിന്ന് ഗൂഗിളിൽ സേവ് ചെയ്തിരിക്കുന്ന പല നമ്പറുകളും ഈ അമിത് ഒറാങ്ക് ഇന്നലെ രാത്രി മാറ്റുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കളച്ച് കോട്ടയം പോലീസ് ജോലിയിലായിരുന്നു. അങ്ങനെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. ഈ മാളയിലെ ഈ ഒരു കോഴി ഫാമിൽ നിന്ന് തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു. എന്തായാലും എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ തന്നെ പ്രതി ആര് എന്ന് സംബന്ധിച്ച് വ്യക്തമായ സൂചന കിട്ടിയെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഷാഹുൽ ഹമീദ് SP. അദ്ദേഹം അതിനുശേഷം പിന്നീട് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളാണ് അവിടെയും നിർണായകമായത്. പോലീസിന്റെ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന സംഭവത്തിന് ശേഷം മോഷണ സാമ്പത്തിക തട്ടിപ്പിന് ശേഷം ഇയാളുടെ ഫിംഗർ പ്രിന്റുകൾ കയ്യിലുണ്ടായിരുന്നു. ഇന്നലെ മണിക്കൂറുകൾ ഫിംഗർ പ്രിന്റ് വിദഗ്ധർ, വിരലടയാള വിദഗ്ധർ ആ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കോടാലിയുടെ കയ്യിലടക്കം, ജനലിന്റെ പാളിയിലടക്കം, അങ്ങനെ പലയിടത്തു നിന്നും ഇയാളുടെ വിരലടയാളം ലഭിക്കുന്നു. അത് മാച്ച് ചെയ്യാൻ, അത് ഈ പഴയ അമിത് ഒറാങ്കിന്റെ വിരലടയാളം തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടി ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതായത് അമിത് ഒറാങ്ക് തന്നെയാണ് ഈ പ്രതി എന്നത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം കൂടി, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി എന്നത് സംബന്ധിച്ചുള്ള പരിശോധന വലിയ ബുദ്ധിമുട്ടേറിയതല്ല. അത് ഈ പഴയ മോഷണ കേസും സാമ്പത്തിക തട്ടിപ്പ് കേസും ഏതാണ്ട് 2.5 ലക്ഷത്തോളം രൂപയാണ് പ്രതി വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത ശേഷം, ഐഫോൺ തട്ടിയെടുത്ത ശേഷം അതിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്. അവിടെയും ഈ മൊബൈൽ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നടത്താൻ വിജയകുമാറിന് കഴിയും എന്നറിയാം. ഈ അമിത് ഒറാങ്കിന് സാധിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ അപ്പോൾ പോലും ഇതൊക്കെ പോലീസ് പിടിക്കപ്പെടുമെന്നൊരു ധാരണ ഈ അസം സ്വദേശിയായ ഈ തൊഴിലാളിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിജയകുമാറിന്റെ വിശ്വസ്തനായിരുന്നു ഈ അമിത് ഒറാങ്ക്. പക്ഷെ ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ഫലത്തിൽ ശത്രുവാകുന്നത്. നഗരത്തിലെ ഇന്ദ്രപ്രസ്ഥം ഹോട്ടലിലും വീട്ടിലുമൊക്കെയായി ഏതാണ്ട് 3 കൊല്ലത്തോളം ജോലി ചെയ്തിരുന്നു അമിത് ഒറാങ്ക് എന്നുള്ളതാണ് വിവരം. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, വളരെ സമർത്ഥമായി കുറ്റം ചെയ്യാൻ ഇയാൾ ശ്രമിക്കുമ്പോഴും അയാൾ മോഷണം നടത്തിയില്ല എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ച് ആദ്യം ഒരു കൺഫ്യൂഷനായ സംഭവം, പണത്തോട് ആർത്തിയുള്ള ആളാണ് അമിത് ഒറാങ്ക്. അങ്ങനെയാണ് വിജയകുമാറിന്റെ ഫോൺ തട്ടിയെടുത്ത് അതിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഒക്കെയും ഉണ്ടായത്. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഇന്നലെ ആ ശരീരത്തിൽ നിന്ന് ഈ 2 പേരുടെയും, വിജയകുമാറിന്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും ശരീരത്തിൽ നിന്ന് ഒരു തരി പൊന്നു പോലും അപഹരിച്ചിട്ടില്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ സംശയത്തിന് ഇട നൽകിയിരുന്നു. പക്ഷെ വിരലടയാളമാണ് അവിടെ പ്രധാനപ്പെട്ട തെളിവായി മാറിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് പ്രതി ബോധപൂർവം അങ്ങനെയൊരു, താനല്ല
ഇത് ചെയ്തത് എന്ന് വരുത്താനുള്ള തന്ത്രപൂർവമായ ശ്രമമാണ്. താനാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഈ പണം തട്ടിയെടുക്കുന്ന സ്വഭാവം ഉണ്ടാകുമല്ലോ, അങ്ങനെ ബോധപൂർവം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അയാളുടെ ബുദ്ധിയിലുണ്ടായ ഒരു കാര്യം എന്ന നിലയിലാണ് ഒരു നിഗമനം പോലീസിനെ സംബന്ധിച്ചുള്ളത്. മറ്റൊന്ന്, ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതിക്ക് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാകാം ചിലപ്പോൾ പെട്ടെന്ന് ഈ അന്നേരമുണ്ടായ ഒരു വിഭ്രാന്തി മൂലം പണം ഇതെടുക്കാതിരുന്നതാണോ എന്ന സംശയവുമുണ്ട്. എന്തായാലും ആദ്യത്തെ സംശയമാണ് പ്രധാനപ്പെട്ടത്. കാരണം ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണമൊക്കെ വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന സാഹചര്യമേ ഉള്ളൂ. എന്നിരുന്നിട്ടും അത് ചെയ്യാതിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആണ് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പോലീസ് തൃശ്ശൂരിൽ നിന്ന് മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇയാളുടെ ദൃശ്യങ്ങളടക്കം പോലീസ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇയാളെ അവിടെ നിന്ന് കോട്ടയത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി പോലീസിന്റെ ജോലി. എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യണം. അതിനു മുൻപ് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എപ്പോൾ പ്രതിയുമായി പോലീസ് എത്തും എന്നത് വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വൈകാതെ ഏതാണ്ട് ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ പോലീസ് സംഘം കോട്ടയത്തെത്തും ഈ അമിത് ഒറാങ്കുമായി എന്നുള്ളതാണ് വിവരം. ഈ നിലവിലുള്ള പരിശോധനയിൽ ഇയാൾ മാത്രമാണ് കൃത്യം ചെയ്തത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഈ മാളയിലെ മേലടൂരിലെ ഈ ഒരു കോഴി ഫാമിലേക്ക് ഇയാൾ എങ്ങനെ എത്തി? അവിടെ പരിചയക്കാരുണ്ടായിരുന്നു. അവിടെ ജാർഖണ്ഡ് സ്വദേശികളാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അവരുമായി ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തൊട്ട് പിന്നിൽ കാണുന്ന ഈ ബിനോ ലോഡ്ജിലാണ് അയാൾ കഴിഞ്ഞ 19, 20, 21 തീയതികളിൽ അയാൾ കഴിഞ്ഞിരുന്നത്. പിന്നീട് കൊലപാതകം ചെയ്യുന്നു. അന്ന് രാത്രി 10 മണിയോടുകൂടി ഈ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോയി കൊലപാതകം ചെയ്യുന്നു. അതിനുശേഷം തിരികെ എത്തി ഇയാൾ പുലർച്ചെ തിരികെ എത്തിയ ശേഷം ഇയാൾ ലോഡ്ജ് വിട്ടു പോവുകയാണ് ചെയ്തത്. 19-ന് വളരെ നിർണായകമായത് ഇതാണ്. 19-ന് ഇയാൾ ഈ തൊട്ടടുത്തുള്ള 100 മീറ്റർ അപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട നിർണായക തെളിവാണ്. പക്ഷേ തിരിച്ചു പോകുന്നതിൽ അയാളുടെ CCTV ദൃശ്യമില്ല. അയാൾ ബസ്സിലായിരിക്കാം മടങ്ങി പോയിട്ടുണ്ടാകുക എന്ന വിലയിരുത്തലാണ് പോലീസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ KSRTC ബസ് സ്റ്റാൻഡ് അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാൾ ഈ പ്രതി സംഭവം കോട്ടയത്തുണ്ട് എന്നത് മാത്രം കൊണ്ട് പോലീസിന് ഈ കേസ് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തുന്നു. അതിൽ വിരലടയാളങ്ങളാണ് ഇതിൽ ശാസ്ത്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയിരിക്കുന്നത്. DVR അടക്കം അയാൾ കോട്ടയത്ത് തന്നെ എവിടെയോ നശിപ്പിച്ചിട്ടുണ്ടാകാം എന്ന വിലയിരുത്തലാണ് പോലീസിനുള്ള. അല്ലെങ്കിൽ ഈ ലോഡ്ജിലേക്ക് കയറുന്ന വഴിക്ക് DVR ഉപേക്ഷിച്ച ശേഷം ഒരുപക്ഷെ തിരികെ പോകുമ്പോൾ ഈ DVR എടുത്തിട്ടുണ്ടോ, CCTVയുടെ DVR എടുത്തിട്ടുണ്ടോ എന്നുള്ളതും വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ വേഗത്തിൽ പോലീസിന് പിടിക്കാനായി കോട്ടയത്തെ പോലീസ് സംവിധാനത്തെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഇത്തരം കേസുകളിൽ തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞു. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്, DYSP അനീഷ്, അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരും, CIമാർ, വിവിധ CIമാർ, കോട്ടയം നഗരത്തിനോട് ചുറ്റുള്ള ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CIമാരെല്ലാം ചേർന്ന് നടത്തിയ സംയുക്ത അന്വേഷണം, പോലീസിന്റെ പ്രത്യേക ടീം പോയി ഇയാളെ കണ്ടെടുക്കുന്നു. അങ്ങനെ വളരെ നിർണായകമായ അന്വേഷണമാണ് നടന്നത്. എന്തായാലും പ്രതിയെ പിടിക്കാനായതിന്റെ വലിയ ആശ്വാസത്തിലാണ് കോട്ടയത്തെ പോലീസ് ഉള്ളത്.